ഓം ശാന്തി. നമ്മുടെ തീർത്ഥയാത്ര അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഈ യാത്രയിൽ ഒപ്പമുണ്ടല്ലോ അല്ലേ? ആത്മീയമായ തീർത്ഥാടനല്ലേ നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ. ശബരിമലയ്ക്ക് ഒരാളെ പോകുന്നുള്ളൂ എങ്കിൽ പോലും ഇപ്പം നമ്മളെല്ലാവരും കുടുംബസമേതം ഒരു തീർത്ഥയാത്രയിലല്ലേ. ഇനി ഈ യാത്രയ്ക്കിടയിൽ ഒരു പക്ഷേ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ 5 പടികൾ ചവിട്ടി ഇന്ന് 6ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തുകയാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ മാറ്റം ഉണ്ടായി, നമുക്കൊരു ദിവസം ഒന്നുകിൽ രാവിലെ എഴുന്നേക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ സന്ധ്യാവന്ദനം ചെയ്തില്ല, ഏതെങ്കിലും കാര്യത്തിൽ ആത്മീയമായൊരു ദൃഷ്ടി നമ്മൾ പറഞ്ഞിരുന്നു, ആ ദൃഷ്ടികോണിൽ എല്ലാവരെയും കാണുക, എല്ലാവരുടെയും ഗുണങ്ങൾ കാണുക, നമുക്ക് നമ്മുടെയും പ്ലസ്സുകളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുക. ഇപ്രകാരം നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ല, അയ്യോ എൻ്റെ മുടങ്ങിപ്പോയില്ലേ വ്രതം എന്ന് വിചാരിക്കണ്ട. ഒരു ദിവസം മുടങ്ങിപ്പോയാലും കുഴപ്പമില്ല, അടുത്ത ദിവസം ചെയ്യൂ. പക്ഷെ മുടങ്ങിയല്ലോ പറഞ്ഞ് പിന്നെ ചെയ്യാതിരിക്കുക എന്നതിനേക്കാൾ പറയാറില്ലേ, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നാണ് പറയുക. നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠം നമ്മൾ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇനി ഒരുപക്ഷെ സിസ്റ്റർ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് പറ്റണത് ചെയ്യും. എന്ത് ചെയ്യാൻ പറ്റണില്ലെന്ന് തോന്നുന്നു അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴും നമ്മളോട് അങ്ങനെയല്ലേ പറയണേ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അറിയാവുന്ന ചോദ്യങ്ങളുടെ ഉത്തരം ഉടനുടനെ എഴുതും. അറിയാൻ വയ്യാത്തൊരു ചോദ്യം എടുത്ത് വെച്ച് ചെയ്യൂ, ഇതിൻ്റെ ഉത്തരം എന്താ ഓർമ്മ വരണില്ലല്ലോ, അപ്പോഴേക്ക് പരീക്ഷയുടെ സമയം കടന്നു പോകും. അതുകൊണ്ട് ജീവിതയാത്രയിലും നമ്മൾ അനേക പരീക്ഷണങ്ങളെയും പരീക്ഷകളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടവരാണ് അല്ലേ. അതുകൊണ്ട് ഈ സമയം ഇതൊരു പരിവർത്തന വേളയാണ്. കേവലം ഇത് മണ്ഡലകാലമായിട്ട് മാത്രം കാണരുത്. കലിയുഗ കാലഘട്ടം പോകുകയാണ്, സത്യുഗം വരാൻ പോകുകയാണ്, സത്യധർമ്മത്തിൻ്റെ കാലം വരികയാണ്. അതായത് ഒരു കാലഘട്ടം പൂർത്തിയായി മറ്റൊരു കാലഘട്ടം, ഇരുണ്ട കാലഘട്ടം പോവുകയാണ്, അധർമ്മത്തിൻ്റെ കാലഘട്ടം നീങ്ങുകയാണ്, സത്യധർമ്മത്തിൻ്റെ കാലഘട്ടം വരാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേവലം മണ്ഡലകാല യാത്രയിൽ മാത്രമല്ല, പിന്നെയോ നമ്മൾ നമ്മുടെ ജീവിതയാത്ര കലിയുഗിയിൽ നിന്ന് സത്യയുഗിയാകാനുള്ളൊരു യാത്രയിലാണ്. അതിനുള്ള സംഗമ സംക്രാന്തി വേളയിലൂടെയാണ് നമ്മൾ ദ ലൈറ്റ്, ദ ജ്യോതി, ഈ ജ്യോതി ദീപം തെളിയിക്കുന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദീപം നമുക്ക് നമ്മുടെ ഉള്ളിലും തെളിയിക്കണം. നമ്മൾ ഒരു ദീപം തെളിഞ്ഞാൽ, ഒരു കൈവിളക്കുകൊണ്ട് നമ്മൾ അനേക ദീപങ്ങൾ തെളിയിക്കുന്നത് പോലെ നമ്മുടെ വീട്ടിൽ നമ്മളുമായി സംബന്ധ സമ്പർക്കത്തിൽ വരുന്ന അനേക ദീപങ്ങൾക്ക് അനേകരുടെ ഉള്ളിൽ നമുക്ക് വെളിച്ചം പകരാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചായിരിക്കണം യാത്ര. നിങ്ങളെല്ലാവരും കുടുംബസമേതം ഈ യാത്ര ചെയ്യണം. നമുക്കെല്ലാവർക്കും ഈ പ്രോഗ്രാം സമയത്ത് നിങ്ങളെപ്പോഴാണോ ഈ പ്രോഗ്രാം കാണുന്നത് ഒരുമിച്ചിരുന്നുകൊണ്ട് കാണും. അത് തന്നെ ഒരു ജ്യോതിയാണ്, വീട്ടിലൊരു വെളിച്ചമാണ്. എത്ര സമയം നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കണോ, ആത്മീയമായൊരു സത്സംഗം കേൾക്കുക, നമ്മുടെ ഉള്ളിൽ ഊർജം തരുന്ന, നമുക്കുള്ളിൽ വെളിച്ചം തരുന്ന ഒരു കാര്യം കേൾക്കുക, പഠിക്കുക, വായിക്കുക എന്ന് പറയുന്നത് തന്നെ എന്താണ്, നമ്മുടെ ഉള്ളിലും വെളിച്ചമാണ്. ആ വെളിച്ചം നമ്മുടെ വീട്ടിലും നിറയും അല്ലേ. അതുകൊണ്ട് നമുക്ക് ഈ സമയം നമുക്ക് സ്വയം വെളിച്ചത്തിലിരിക്കണം, മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കണം. അതിന് നമുക്കെല്ലാവർക്കും വെളിച്ചം തരാൻ വേണ്ടി ആ പ്രകാശം, ആ പരമ്പൊരുൾ പരമാത്മ ഈ ഭൂമിയിൽ വന്നിരിക്കുന്ന ഒരു സമയമാണ്. ഭഗവാൻ സ്വയം വന്ന് നമ്മൾ മക്കളെ ഭഗവാനെ പോലെയുള്ള മക്കളാക്കി മാറ്റുകയാണ്. കാരണം പരമാത്മാവിൻ്റെ കർത്തവ്യമാണ് ഇരുട്ടിൽ കിടക്കുന്ന മക്കളെ വെളിച്ചത്തിൽ കൊണ്ടുവരിക, പതിതാത്മാവിനെ പാവനമാക്കുക, തമോ പ്രധാനത്തിൽ പോയ നമ്മളെ വീണ്ടും സദോ പ്രധാനം, സത്യയോഗികളാക്കി, സദോഗുണികളാക്കി മാറ്റുക. നമ്മളിൽ എന്തൊക്കെ മുള്ളുപോലെയുള്ള സ്വഭാവങ്ങളുണ്ടോ അതിനെല്ലാം വീണ്ടും പൂക്കൾ പോലെയാക്കി മാറ്റുക. അതുകൊണ്ട് ഇതൊരു പരിവർത്തന വേളയാണ്. അതുകൊണ്ട് ഈ സമയത്ത് ശരിക്കും നമ്മളിപ്പോൾ കടന്നു പോകുന്ന ജീവിത കാലഘട്ടത്തെ ഭഗവാൻ പറയുന്നത്, മക്കളെ ഇത് സംഗമയുഗമാണ്. കൽപ്പാന്തകാലം, കലിയുഗത്തിൻ്റെ ലാസ്റ്റ് വേള, ഇത് സംഗമവേളയാണ്. ഭഗവാൻ നമ്മളുമായി സംഗമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്.
പരമാത്മാവിൻ്റെ കർത്തവ്യം ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കലിയുഗവരദനായ ഈശ്വരൻ ഈ ഭൂമിയിൽ വന്ന് നമുക്ക് നൽകുന്ന വരം, അതാണ് ഈ പ്രോഗ്രാം ജ്യോതി ദ ലൈറ്റ്. ഈ പ്രോഗ്രാം പോലും ഈശ്വരൻ നൽകുന്ന ഒരു വരദാനാണ്. ഇത് കലിയുഗ വരദനായിട്ട് ഭഗവാൻ വന്ന് നൽകുന്ന ബ്ലെസ്സിങ് ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വരദാനത്തെ നമ്മൾ കാര്യങ്ങളിൽ ഉപയോഗിക്കുക. ഈശ്വരൻ തരുന്നതിനെ നമ്മളെടുത്ത് ഉപയോഗിച്ച് നമുക്ക് വെളിച്ചത്തിലിരിക്കണം, അല്ലേ? നമുക്ക് ജന്മജന്മാന്തരങ്ങളായി നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരുന്ന ഭക്തിക്ക് ഫലമായിട്ടാണ് നമുക്ക് ഈ വെളിച്ചം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഭക്തി ചെയ്താലേ നമുക്ക് ജ്ഞാനം കിട്ടുള്ളൂ. അപ്പോൾ ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ രൂപത്തിൽ നമുക്ക് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നതും സ്വയം ഭഗവാൻ തന്നെ നമുക്ക് നൽകുന്ന വരപ്രസാദമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ 6ാമത്തെ പടിയിലേക്ക് കയറുമ്പോൾ, ഇന്ന് നമുക്ക് പരിവർത്തനത്തിൻ്റെ ദിനം, പരിവർത്തന വേള. ഈ കാലഘട്ടത്തിൽ, ഈ പരിവർത്തന വേളയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പരിവർത്തനത്തിനായി, ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം ഒരാഴ്ചയായിട്ട് 5 ദിവസം, ഇന്ന് 6ാമത്തെ ദിവസമല്ലേ. അപ്പോൾ ഈ ഒരാഴ്ച കൊണ്ടുള്ള നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ നോക്കേണ്ടത്, നമുക്ക് ചവിട്ടേണ്ട 6ാമത്തെ പടി, ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ വിധിപൂർവമായിരിക്കണം ഉറങ്ങേണ്ടത്. എങ്ങനെ ഉറങ്ങുക? ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ജോലികളും കഴിഞ്ഞ് കിടക്കയിലെത്തിക്കഴിഞ്ഞാൽ ദിവസവും നമുക്ക് പരിവർത്തനത്തിൻ്റെ ഒരു നോട്ട് നമ്മൾ എഴുതണം. അതിനുവേണ്ടി ഒരു ഡയറി വയ്ക്കുക. ഇനി മുതൽ നമുക്ക് ഒരു ഡയറിയും പെന്നും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. അത് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ചും ഫോണൊക്കെ വന്നതോടുകൂടി നമ്മളെല്ലാം ഫോണിൽ രേഖപ്പെടുത്തുന്ന, നോട്ട് ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. പക്ഷേ വീട്ടിൽ ഒരു ഡയറിയും പെന്നും ഉപയോഗിക്കുന്ന ഒരു ശീലമാക്കാം. ഡെയിലി രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് എല്ലാം കഴിഞ്ഞ് കിടക്കയിലെത്തിയിട്ട് രാവിലെ മുതൽ വൈകുന്നത് വരെ, നമ്മളെല്ലാവരും ഇപ്പോൾ ഈ തീർത്ഥയാത്രയിലാണല്ലോ, നമ്മളെല്ലാം സങ്കല്പത്തിൻ്റെ മാല അണിഞ്ഞവരാണ്. മുദ്രമാല നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ദൃഢസങ്കല്പത്തിൻ്റെ. നമ്മുടെ ജീവിതയാത്ര ഒരു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്രയിലാണ്, വെളിച്ചത്തിൽ പോവുകയാണ്. അപ്പം നമ്മൾ ഡെയിലി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നോട്ട് ചെയ്യുക ഒരു ബുക്കിൽ, ഇന്നെനിക്ക് എന്തൊക്കെ പ്ലസ്, എന്തൊക്കെ വെളിച്ചം എനിക്ക് കൊടുക്കാൻ കഴിയും, മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് എന്ത് വെളിച്ചത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പറ്റി. ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഇരുട്ടെന്തെങ്കിലും, ശനിദോഷം എന്തെങ്കിലും സംഭവിച്ചോ, ദോഷകരമായ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചിന്തിക്കുകയോ, അങ്ങനെയുള്ള ഇരുട്ടിൻ്റെ വിത്ത് എന്തെങ്കിലും വിതച്ചോ, അതിന് നോട്ട് ചെയ്യുക. എന്നിട്ട് സ്വയം നമ്മൾ വായിച്ചു നോക്കുക, എഴുതി വെച്ചത് എന്തൊക്കെ പ്ലസ് ഇന്ന് ചെയ്യാൻ പറ്റി. അതിന് നമ്മൾ വളരെയധികം കൃതജ്ഞതയുള്ളവരായിരിക്കുക. നമ്മളോട് ആദ്യം താങ്ക്സ് പറയുക, നമ്മുടെ തന്നെ പുറത്ത് തട്ടുക. എസ് സബാഷ് മീന, ഇന്ന് ഇത്രയും ചെയ്യാൻ പറ്റിയില്ലേ, നല്ല കാര്യം ചെയ്തില്ലേ, നല്ലതിൻ്റെ വിത്ത് വിതച്ചില്ലേ, നല്ല ഡെപ്പോസിറ്റ് ഉണ്ടാക്കിയില്ലേ. നമ്മളോട് നന്ദി പറയുക, ഈശ്വരനോട് നന്ദി പറയുക, നമ്മുടെ കൂടെയുള്ള എല്ലാവരോടും. എന്തൊക്കെ നല്ലത് ചെയ്യാൻ ആരൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്തു, ആരെല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ മനുഷ്യരുണ്ട്, പ്രകൃതിയുടെ 5 തത്വങ്ങളുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ, നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന പേന മുതൽ ബുക്കും പേനയും, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പണിയായുധങ്ങളും, നമ്മളിരിക്കുന്ന വീട് മുതൽ ഈ പ്രോഗ്രാം കാണാൻ നമ്മളെ സഹായിക്കുന്ന ഈ ഫോണ് മുതൽ, അല്ലേ? ഫോണിലാണോ, കമ്പ്യൂട്ടറിലാണോ, ടി വിയിലാണോ, നിങ്ങൾ എവിടെയാണോ കാണുന്നത്, കേൾക്കുന്നത്. അപ്പം നമ്മൾ രാവിലെ മുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എന്തെല്ലാം സപ്പോർട്ട് ആരിൽ നിന്നെല്ലാം കിട്ടിയോ എല്ലാ വസ്തു വ്യക്തി വൈഭവങ്ങൾക്ക് നന്ദി പറയാം. പിന്നെ നമ്മളിൽ നിന്നുണ്ടായ എന്തെങ്കിലും മൈനസ്, ചുവടെവിടെങ്കിലും പഴച്ചു പോയോ, പടി നമുക്ക് കയറുക ചെയ്യേണ്ടത്. ഇന്ന് 6ാമത്തെ പടിയിലെത്തേണ്ടതാണ് നമുക്ക്. ഈ 6 പടിയും കയറി തന്നെയല്ലേ ഞാൻ രാവിലെ മുതൽ വൈകുന്നത് വരെ ഈ 6 കാര്യങ്ങളിലും നമുക്ക് അറ്റൻഷൻ ഉണ്ടായിരുന്നു, ശ്രദ്ധയുണ്ടായിരുന്നു. എൻ്റെ ചാർട്ട് പ്രോഗ്രസീവ് ചാർട്ടാണല്ലോ, പടി മുകളിലേക്കാണല്ലോ കയറുന്നത്. ഭഗവാൻ നമ്മളെ ഉയരുന്ന കലയിലേക്ക് കൊണ്ടുപോവാണ്, പടി കയറുകയാണ്, ജീവിതത്തിൽ ഉന്നതിയാണ്. ഇന്നലത്തെക്കാളും ഇന്നെനിക്ക് പ്രോഗ്രസ് ഉണ്ടോ, ഈ 6 ദിവസം കൊണ്ട് എനിക്ക് എന്ത് മാറ്റം ഉണ്ടായി, ഇതെല്ലാം നമ്മൾ
രേഖപ്പെടുത്തുമ്പോൾ, എന്നിട്ട് നമ്മൾ നോട്ട് ചെയ്ത് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മുടെ മേൽ സുദർശനം ചെയ്യാൻ പറ്റും. അറ്റൻഷൻ വരും, നമ്മൾ അലർട്ടാകും, തിരുത്തൽ കൊണ്ടുവരാൻ പറ്റും. എന്തൊക്കെ മൈനസ് ഉണ്ടായോ അത് തിരുത്താൻ വേണ്ടി എന്തൊക്കെ ഞാൻ ചെയ്യണം, എവിടെയാണ് മൈനസ് സംഭവിച്ചേ, ആ മൈനസിനെ പ്ലസ് ആക്കാൻ ഞാൻ എന്ത് ചെയ്യണം, ആ തിരുത്തലിനുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുക. നാളെ എനിക്ക് തിരുത്താൻ വേണ്ടിയിട്ടുള്ള പോയിൻ്റ് ഇട്ട് വയ്ക്കുക, നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നാളത്തെ ദിവസത്തേക്ക് പ്ലസ്സുകളുടെ എണ്ണം കൂട്ടാനും മൈനസ് കുറയ്ക്കാനും വേണ്ടി എടുത്ത തീരുമാനം ചെയ്യുന്നതിന് വേണ്ടി, മൈനസുകൾ കുറയ്ക്കാൻ പ്ലസ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് കിടക്കയിലിരുന്നുകൊണ്ട് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഗുഡ് നൈറ്റ് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ഉറങ്ങാം. അതായത് ലാസ്റ്റ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ നമ്മളോടും ഈശ്വരനോടും ആയിരിക്കണം. സങ്കല്പെടുക്കും, ഇന്നു മുതൽ ഈ 6ാമത്തെ ചുവട് ആറാം തിരുപ്പടി ശരണം പൊന്നയ്യപ്പ. ഇന്നു മുതൽ ഞാൻ ഒരു ഡയറിയും പെന്നും സൂക്ഷിച്ച് എല്ലാ ദിവസവും അല്പസമയം ഉറങ്ങുന്നതിന് മുമ്പ് മുഴുവൻ ദിവസത്തിലുണ്ടായ പ്ലസ് മൈനസ് ഞാൻ രേഖപ്പെടുത്തും. ഈശ്വരന് എഴുതി സമർപ്പിക്കും. നാളത്തെ ദിവസത്തെ എൻ്റെ പ്രോഗ്രസീവ് ചാർട്ടാക്കുന്നതിന് വേണ്ടി മൈനസ് കുറയ്ക്കാനും പ്ലസ് കൂട്ടാനുമുള്ള നല്ല ചുവടുവയ്പ് നടത്തും. നാളത്തെ ദിവസത്തേക്ക് വേണ്ടുന്ന കുറച്ച് ശുഭമായ നല്ല കാൽവയ്പ്പുകൾക്ക് വേണ്ടുന്ന കുറച്ച് നല്ല സങ്കല്പങ്ങൾ എഴുതി വയ്ക്കും. രാവിലെ എഴുന്നേറ്റ് വൈകുന്നത് വരെ എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, അതെല്ലാം ഏറ്റവും നന്നായി എനിക്ക് എങ്ങനെ ചെയ്യാം, അയ്യപ്പസ്വാമിയെ പോലെ എങ്ങനെ ചെയ്യാം, എല്ലാം എഴുതി ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് എല്ലാ നല്ലതിനും നന്ദി പറഞ്ഞ് എല്ലാ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും മാപ്പ് ചോദിച്ച് ഭാരരഹിതമായ മനസ്സോടെ കിടക്കയിലിരുന്ന് യോഗനിദ്രയ്ക്കായി തയ്യാറാക്കാം. വിധിപൂർവ്വം ഉറങ്ങാം. ശ്രദ്ധ പുരികമധ്യത്തിലേക്ക് കൊണ്ടുവരൂ. ഉറങ്ങുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ശരീരത്തിൽ നിന്ന്, വണ്ടിയിൽ നിന്ന് ശ്രദ്ധ ഡ്രൈവറിലേക്ക് കൊണ്ടുവരൂ. കാല് മുതൽ പാദാദികേശം ഡ്രൈവർ, എല്ലാ കർമ്മേന്ദ്രിയങ്ങളിൽ നിന്ന് ഞാൻ ശ്രദ്ധയെ പാദം മുതൽ പിൻവലിച്ച് ശിരസ് വരെ, തലച്ചോറ് വരെ സർവകർമ്മേന്ദ്രിയങ്ങളിൽ നിന്നും വേറിടുകയാണ്. പൂർണ്ണമായും ശ്രദ്ധ ഡ്രൈവറായ എന്നിലേക്ക് ആത്മജ്യോതിയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ഞാൻ ശരീരത്തിലാണ്, പക്ഷേ ശരീരമല്ല, അശരീരിയാണ്. ഇപ്പോൾ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പ് ദേഹത്തിൽ നിന്ന് ദേഹിയിലേക്ക് പരിപൂർണ ശ്രദ്ധ എപ്പോഴെന്നിലാണ്.
ഭ്രൂമധ്യത്തിലിരിക്കുന്ന ഭഗവാന്റെ സന്താനമായ ഞാൻ ശരീരത്തിൽ നിന്ന് തികച്ചും വേറിട്ട ആത്മജ്യോതിയാണ്. ആത്മജ്യോതിയായ ഞാൻ ഭഗവാന്റെ മടിത്തട്ടിലേക്ക് വിശ്രമിക്കാനായി പോകുകയാണ്. ഭഗവാൻ പരമ്പൊരുൾ ഈശ്വര ചൈതന്യം എൻ്റെ മനസ്സിലും ശരീരത്തിലും കിടക്കയ്ക്ക് ചുറ്റും ഭവനം മുഴുവൻ സർവശക്തിവാൻ്റെ ശക്തികളാൽ കുട പോലെ പരമാത്മശക്തിയുടെ കുടക്കീഴിനുള്ളിൽ ഞാൻ എൻ്റെ കുടുംബങ്ങൾ നാട് മുഴുവൻ ഈശ്വരീയ കുടക്കീഴിനുള്ളിൽ സുരക്ഷിതരാണ്. സുഖനിദ്രയ്ക്കായി ഭഗവാന്റെ മടിത്തട്ടിൽ പരമജ്യോതി സ്വരൂപനായ ഭഗവാന്റെ മടിയിൽ ആ തിരുജ്യോതി സ്വരൂപം ദർശിച്ചുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഭഗവാന്റെ മടിത്തട്ടിൽ വിശ്രമിക്കുകയാണ് ഞാൻ. സർവേശ്വരൻ്റെ പരമപ്രകാശം എന്നെ സഹസ്രകോടിക്കരങ്ങളായി വലയം ചെയ്ത് ഭഗവാന്റെ സുരക്ഷാകരങ്ങൾക്കുള്ളിലാണ് ഞാൻ. പരമമായ ശാന്തിയിൽ ഞാനും ഒരു വെളിച്ചം ഭഗവാന്റെ ദിവ്യപ്രകാശത്തിൽ ആ പ്രകാശമാകുന്ന കുടക്കീഴിൽ സർവീശ്വരൻ്റെ കരങ്ങൾക്കുള്ളിൽ സുഖനിദ്ര, ശുഭനിദ്ര, ശുഭരാത്രി. ഭഗവാനോടൊപ്പം എല്ലാവർക്കും ശുഭരാത്രി, മംഗളകരമായ രാത്രി, സുരക്ഷിതമായ രാത്രി. ഓം ശാന്തി.